തോമാച്ചാനെ ഇപ്പോൾ വാനോളം എടുത്തു വെച്ച് പുകഴ്ത്തണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അമാവിയെ പോലുള്ള താരങ്ങൾക്ക് അവസരം കിട്ടി. ഈ സീസണിൽ ക്ലീൻ ഷീറ്റുമായിട്ട് 3 ഗോളിൻ്റെ മാർജിനിൽ വിജയിക്കാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. ഈ സീസണിൽ ഏറ്റവും വലിയ വിജയം ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സ്വന്തമാക്കി. പക്ഷേ സ്വന്തമാക്കിയത് ദുർബലരായിട്ടുള്ള എതിരാളികളോടാണ് എന്നുള്ള കാര്യം അവിടെ മറച്ചു വെക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ മത്സരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച മൊറോക്കൻ ചെകുത്തൻ, മൊറോക്കൻ ഡെവിൾ, മൊറോക്കൻ ഈഗിൾ, മൊറോക്കൻ കഴുകൻ, അങ്ങനെ എന്തെല്ലാമോ മൊറോക്കൻ ചേർത്ത് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നവാസദായി പോസ്റ്റ് മാച്ച് ടോക്കിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് നമ്മുടെ തോമസ് ഷോസിനെ വളരെ വലിയ രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: തോമസ് ഹു ഈസ് നോട്ട് അവെയർ ഓഫ് us ഡിഡ് ആൻ അമേസിംഗ് ജോബ് ദിസ് വീക്ക്. ഞങ്ങളെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയാത്ത തോമസ് വളരെ മനോഹരമായിട്ട് ഈ ഒരു ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ജോലി നന്നായിട്ട് ചെയ്തു, അതുകൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം തങ്ങളെക്കുറിച്ച് ഒട്ടും അറിവില്ലാത്ത ഒരു പരിശീലകൻ ഒരാഴ്ച കൊണ്ട് അമേസിംഗ് ആയിട്ടൊരു ജോബ് ചെയ്ത് വിജയത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നും അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഇതിനിടയിൽ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുറത്താക്കപ്പെട്ട പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റാണ്, മുഹമ്മദൻസിനെതിരെയുള്ള മത്സരം മുതൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ജയത്തിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? സ്റ്റെഹറയ്ക്ക് കൊടുക്കണോ, തോമസിന് കൊടുക്കണോ, പ്ലേയേഴ്സിന് കൊടുക്കണോ, അതോ ഭാസ്കർ റോയ്ക്ക് ആ ഒരു വഴി തുറന്ന് തന്നതിന് കൊടുക്കണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നോഹയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഇത്രമാത്രമാണ്. പക്ഷെ തോമാച്ചനെ വില കുറച്ച് കാണുന്നില്ല. യുവതാരങ്ങൾക്ക് അവസരം നൽകി, ഹെസിസ് ജിമിനിസ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത്രയും താരങ്ങളെ ഇറക്കി. സോ തോമാച്ചൻ deserves a big salute.